ഇതെല്ലാം വരുമ്പോൾ ഈ പോർട്ടൊരെണ്ണം ചുമ്മാതൊക്കെ ചെയ്യുന്നതല്ല. ഒരു തുറമുഖം വരിക എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന സംഗതികൾ വരും. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് പോകുന്നു, ചെറുപ്പക്കാരില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് രണ്ട് കാര്യമുണ്ട്. ജനസംഖ്യ ഏറ്റവും കൂടുതൽ വളർച്ച കുറഞ്ഞ സ്റ്റേറ്റ് ഇപ്പോൾ കേരളമാണ്. നേരെ ജനസംഖ്യ പകുതിയാവുകയാണ്. അതെല്ലാം എക്കണോമി ഡെവലപ്പ് ചെയ്ത എക്കണോമീസിലുള്ള പ്രശ്നമാണ്. എങ്കിലും കേരളക്കാർക്ക് വിദേശത്ത് പോകാനൊക്കെ ഒരു താല്പര്യമുണ്ട്. പക്ഷെ പോയി താല്പര്യം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അവർക്കെല്ലാം വന്നാൽ ജോലി ചെയ്യാമെന്നാണ് ഹെൽത്തിൻ്റെ സെക്ടറിൽ ഏറ്റവും നല്ല ഹെൽത്ത് ഹബ്ബ്, എഡ്യൂക്കേഷൻ ഹബ്ബ്, ഇൻഡസ്ട്രിയൽ സെക്ടർ എല്ലാം ആവാൻ പറ്റുന്ന പശ്ചാത്തലമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വരുന്നു ചിലർക്കെങ്കിലും. ലോകത്തെ ഏറ്റവും ലോകോത്തരമായ കമ്പനികൾ മെഴ്സിഡസ് ബെൻസ്, BMW തുടങ്ങിയ വണ്ടികളുടെ ഇപ്പോൾ എഞ്ചിനുകൾക്കകത്ത് നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോയാൽ പഴയതുപോലെ സ്ക്രൂ അഴിച്ച് നോക്കുമല്ല മേശ്രി, മറ്റേ ലാപ്ടോപ്പ് കുത്തുക ഇല്ലേ? നമ്മളെ അകത്ത് കയറ്റത്തില്ല, എന്നാൽ അവർ ലാപ്ടോപ്പ് കുത്തി നോക്കിയിട്ട് പറയും ഇതിൻ്റെ ഇന്ന ഭാഗത്ത് പ്രശ്നമുണ്ട്. ഇതൊക്കെ ചിപ്പുകളിലാണ്. ഈ ചിപ്പും ഇതിൻ്റെ ഇൻറ്റേർണൽ സംഗതിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രമുഖമായ ഒരു കമ്പനി നമ്മുടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലോകം വളരെ ചെറുതാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ ഹബ്ബും ഇൻ്റലക്ച്വൽ ആളുകൾ വർക്ക് ചെയ്യുന്നൊരു ഹബ്ബുമായിട്ട് കേരളം മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ, നിങ്ങൾ ഈ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരു സമയത്തേക്ക് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, ഈ കേരളത്തെ പറ്റിയാണ്. കാരണം കേരളം ഒരു പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാവണം, നമുക്ക് അനുകൂലമായ ധാരാളം ഘടകങ്ങളുണ്ട്. ലോകത്ത് എവിടെയും പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള ഫോഴ്സ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ഉണ്ട്. ലോകത്തെ ഏറ്റവും നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ്. ചൂടുണ്ട് ഇപ്പം കാലാവസ്ഥ വ്യതിയാനം കാരണം. പക്ഷേ അമേരിക്കയിലോ കാനഡയിലോ ഗൾഫിലോ പോയാൽ ടെക്നോളജി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? -40 ഡിഗ്രി തണുപ്പ് വരും ഈ പല അമേരിക്ക, യൂറോപ്പിലൊക്കെ. വണ്ടി വഴി ഇറക്കണമെങ്കിൽ പ്രത്യേകം ബുൾഡോസറൊന്ന് ഐസ് മാറ്റണം, ഹീറ്റർ വേണം, പിന്നെ കണ്ണാടി കാണണമെങ്കിൽ വേണമല്ലോ. ഗൾഫിൽ വലിയ സൗകര്യമുള്ള AC ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ നാച്ചുറലായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട അന്തരീക്ഷ വാതകത്തിൻ്റെ വായുവിൻ്റെ ക്വാളിറ്റിയുള്ള 10 ഡിസ്ട്രിക്റ്റുകൾ കേരളത്തിലാണ്. മറ്റുള്ള സ്ഥലത്തൊക്കെ പൊല്യൂഷൻ നമുക്ക് കുറവാണ്. നല്ല വെള്ളം, അതുപോലെ സുരക്ഷിതത്വം, സ്ത്രീകൾക്കുൾപ്പെടെ പെൺകുട്ടികൾപ്പെടെ. ഇപ്പോൾ തിരുവനന്തപുരം ഒരു സിവിൽ സർവീസ് പരിശീലനത്തിൻ്റെ കേന്ദ്രമാവുന്നെന്ന് കഴിഞ്ഞ ദിവസം ഒരു സീനിയർ IAS ഓഫീസറോട് പറഞ്ഞു. കാരണം കേരളത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ പഠിക്കാൻ വന്നാൽ സുരക്ഷിതമായ സ്ഥലമാണ്, പഠിക്കാൻ വരാം, പൊതുവിൽ ക്രൈം റേറ്റ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുകൂല ഘടകങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ പോരായ്മകളും ഉണ്ടാവാം, ഒന്നും ഇല്ലാത്തവരാന്നല്ല. പക്ഷേ ഈ അനുകൂല ഘടകങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ ഏറ്റവും വലിയ ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് എത്തിക്കാൻ, ഇപ്പോഴുള്ള സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.